പ്രണയം. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. ധ്രുവി കുറച്ചുനേരം ആ ഷർട്ടിൽ തന്നെ നോക്കി നിന്നു. ശേഷം ആ ഷർട്ട് അതുപോലെ മടക്കി അലമാരയിലേക്ക് തിരികെ വെച്ചു. ആശുപത്രിയിലേക്ക് പോകുവാനായി മറ്റൊരു ഷർട്ട് എടുത്തിടുമ്പോഴാണ് അവൻ്റെ ഫോൺ ശബ്ദിച്ചത്. അച്ചുവിൻ്റെ നമ്പറിൽ നിന്നാണ് കോള്. അമ്മയാകുന്നവനറിയാം. വേഗം തന്നെ അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു. മോനെ, നീ എവിടാ? അമ്മയുടെ ആദ്യോടെയുള്ള ശബ്ദം. ഞാൻ ദാ വരുന്നമ്മേ. കുറച്ച് വർക്കുണ്ടായിരുന്നു. അത് ചെയ്തു തീർത്തപ്പോൾ ലേറ്റായി. ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങുക. വല്ല അത്യാവശ്യമുണ്ടോ? ധ്രുവി ആശങ്കയോടെ ചോദിച്ചു. ഇല്ല മോനെ, ഒന്നുമില്ല. കാണാഞ്ഞോണ്ട് വിളിച്ചതാ. സൂക്ഷിച്ചു വാ. ധൃതി പിടിച്ച് വണ്ടി ഓടിക്കണ്ട. ധ്രുവിയോട് പറഞ്ഞ് സമാധാനത്തോടെ കോൾ കട്ട് ചെയ്ത് ഗായത്രി. എന്നിട്ട് അടുത്തിരുന്ന അച്ചുവിനെ നോക്കി ഒന്നവർ പുഞ്ചിരിച്ചു. അച്ചു ഗായത്രിയെ മുഖം കൂർപ്പിച്ചു നോക്കി. ഇങ്ങനെ ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ ആദ്യം പിടിച്ചിട്ടാണ് കൂടെ കൂടെ ഹോസ്പിറ്റലിൽ വന്ന് ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത്. അച്ചു അല്പം ദേഷ്യത്തോടെ തന്നെ ഗായത്രിയോട് പറഞ്ഞു. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ അച്ചു? ഗായത്രിയുടെ ശബ്ദം ഇടറി. അച്ചുവിന് പിന്നെയൊന്നും പറയാൻ കഴിഞ്ഞില്ല. സമയം മുന്നോട്ട് നീങ്ങി. ഡോറിൽ തട്ടുകെട്ടതും അച്ചു വേഗം പോയി കതക് തുറന്നു. ധ്രുവിയാണ്. കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങൾ തൂക്കിപ്പിടിച്ചിട്ടുണ്ട്. അവൻ അകത്തേക്ക് കയറി കവറുകളെല്ലാം റൂമിലുണ്ടായിരുന്ന മേശയുടെ പുറത്തേക്ക് വെച്ചു. ഗായത്രിക്ക് അവനെ കണ്ടപ്പോഴാണ് സമാധാനമായത്. അമ്മയ്ക്ക് കഴിക്കാനെടുക്കട്ടെ? അവൻ ഗായത്രിയോട് ചോദിച്ചു. ഗായത്രി സമ്മതിച്ചതും ധ്രുവി മേശപ്പുറത്തുണ്ടായിരുന്ന പൊതിയഴിച്ച് അതിലുണ്ടായിരുന്ന ഭക്ഷണം 2 പാത്രത്തിൽ. ധ്രുവിക്ക് മുഖം കൊടുക്കാതെ ഫോണിലേക്ക് ഊളിയിട്ടിരുന്ന അച്ചു അവന്റെ വാക്കുകളിൽ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അതേ അത്ഭുതത്തോടെ അവൻ ധ്രുവിയെ ഒന്ന് നോക്കി. ധ്രുവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ട്. അച്ചുവിന്റെ ഹൃദയം ശാന്തമായ പോലെ. ധ്രുവിയെ ഒന്നുകൂടി നോക്കി അവൻ കൈ കഴുകി വന്നു. ധ്രുവിയിൽ നിന്നും പ്ലേറ്റ് വാങ്ങി കഴിക്കാൻ ആരംഭിച്ചു. ഗായത്രി കൈ കഴുകാൻ എഴുന്നേറ്റതും ധ്രുവി അവനെ തടഞ്ഞു. ഞാൻ വാരിത്തരാമേ. ഗായത്രി അവനെ കണ്ണിമ ചിമ്മാതെ നോക്കി. എന്റെ പഴയ ധ്രുവിയെ തിരിച്ചു കിട്ടിയതുപോലെ. അച്ചുവിനെ നോക്കിയപ്പോ അവനിലും അതേ ഭാവം. ചപ്പാത്തിയും കറിയും ധ്രുവി തന്നെ ഗായത്രിക്ക് വാരി കൊടുക്കുകയാണ്. അപ്പോഴാണ് ഗായത്രി പ്രധാനപ്പെട്ട കാര്യം ധ്രുവിയോട് പറഞ്ഞില്ലല്ലോ എന്നോർത്തത്. മോനെ, ഇന്നിവിടെ ആ കുട്ടി വന്നിരുന്നു. ഗായത്രി പറയുമ്പോൾ ധ്രുവിയുടെ നെറ്റിയൊന്ന് ചുളുങ്ങി. ഏത് കുട്ടിയെന്ന് ചോദിക്കും പോലെ. എന്നെ ഒന്ന് ആശുപത്രിയിലാക്കിയില്ലേ? ഒരു കുട്ടിയും അച്ഛനും കൂടി. ആ കുട്ടി തന്നെ ഇന്നെന്നെ കാണാൻ വന്നു. നല്ല മോളാ. നല്ല സ്നേഹമുള്ള ഒരു പെൺകുട്ടി. കാണാനോ എന്താ ഒരു ഐശ്വര്യം. അതിന്റെ മനസ്സ് പോലെ. ആദുവിനെക്കുറിച്ച് പറയുമ്പോൾ ഗായത്രി സ്വയം അറിയാതെ വാചാലിയായി. ധ്രുവി എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഗായത്രിക്ക് വാരി കൊടുക്കുന്നുമുണ്ട്. പക്ഷേ കണ്ണാ, ഞാൻ ആ മോളുടെ പേര് ചോദിക്കാൻ മറന്നു. അതെങ്ങനെയാ? ഒന്ന് സംസാരിച്ചോണ്ട് വന്നപ്പോ പെട്ടെന്നങ്ങ് പോയില്ലേ? കൊതി തീർന്നില്ല അതിനെ ഒന്ന് കണ്ടിട്ട്. ഗായത്രി പരിഭവത്തോടെ പറഞ്ഞു. അമ്മയുടെ ഭാവഭേദങ്ങളിൽ നിന്നും ആ കുട്ടിയെ അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടെന്ന് ധ്രുവി മനസ്സിലാക്കി. എങ്കിലും അവൻ മൗനം പാലിച്ചു നിന്നു. വല്യമ്മാവനും വല്യമ്മായും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ തിരികെ പോയിരുന്നു. അന്ന് രാത്രിയിൽ പതിവ് പോലെ കോൺഫറൻസ് കോൾ സംഭാഷണത്തിലാണ് മൂന്നാളും. എന്റെ അമ്മേ, ആ വിശ്വാമിത്രൻ ഇല്ലാത്തോണ്ട് എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം, എന്തൊരു ഉന്മേഷം. അക്കു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ പറഞ്ഞു. അവൾ ആ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും തിങ്കളാഴ്ച കോളേജിൽ പോകുന്ന കാര്യം ആലോചിക്കുന്നതേ ആദൂന് പേടിയാണ്. കൂടുതൽ സന്തോഷിക്കണ്ട. മൺഡേ വിശ്വാമിത്രം വരും. അപ്പൊ ഇതുവരെ സന്തോഷിച്ചതിനുള്ള പണി കൂടി കിട്ടും. ഗാഥ പറയുമ്പോൾ അതേ അഭിപ്രായം തന്നെയായിരുന്നു ആദുവിലും. പുതിയതേത് പണിയാണോ ഇനി തനിക്ക് വരാൻ പോകുന്നത് എന്ന് ഭയമാണ് അവളെ. പക്ഷെ അവൾ അവരോട് അത് പങ്കുവയ്ക്കാൻ പോയില്ല. പിന്നെയും പല മേഖലകളിലേക്ക് അവരുടെ സംഭാഷണം നീണ്ടുപോയെങ്കിലും ആദുവിന്റെ മനസ്സിൽ എന്തെന്നറിയാത്ത ഒരു ആദിയായിരുന്നു അപ്പോഴും. ഇല കൊഴിയും പോലെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഗായത്രി ഡിസ്ചാർജായി പിറ്റേന്ന് തന്നെ വീട്ടിൽ വന്നു. അച്ചുവും ധ്രുവിയും ജോലിക്ക് പോയി തുടങ്ങി. ആദൂസ് ക്ലാസ്സിന് പോകുന്നുണ്ട്. ധ്രുവിയും ആദുവും തമ്മിൽ പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ധ്രുവിയുടെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലായതുകൊണ്ട് ആദുവും ഗാങ്ങും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാറുണ്ട്. അന്ന് സീതമ്മയോട് പറഞ്ഞിട്ട് ദീപാരാധന തൊഴുവാൻ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയതാണ് ആദു. സ്കൂട്ടി വെളിയിലേക്ക് വെച്ച് ഗേറ്റ് എടുക്കുമ്പോഴാണ് അപ്പുറത്തെ വീടിന്റെ ഗേറ്റ് തുറക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നത്.
അവിടേക്ക് നോക്കിയതും ഗേറ്റ് തുറക്കുന്ന ആളിനെ കണ്ട് ആദുവിന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വികസിച്ചു. അയാളും അവളെ കണ്ടു. അയാളും ഞെട്ടിയെന്നത് മുഖത്തെ പാവങ്ങളിൽ നിന്നും ആദു മനസ്സിലാക്കി. ഏയ്, ഇവിടെയാണോ താമസിക്കുന്നത്? അതിശയത്തോടെയുള്ള അവന്റെ ചോദ്യത്തിന് അവൾ അതേന്ന് തലകുലുക്കി. ആന്റിക്കിപ്പോ എങ്ങനെയുണ്ട്? അച്ചു ഗായത്രിയുടെ മകനാണെന്ന ചിന്തയാണ് ആദുവിന്. ഇപ്പൊ ഓക്കെയാണ്. എങ്കിലും മരുന്നൊക്കെ ഉണ്ട്. അയ്യോ, അന്ന് തന്റെ പേര് ചോദിക്കാൻ പറഞ്ഞു. മറന്നുപോയിരുന്നു. ഞാൻ അശ്വിൻ. അവനൊരു ചമ്മലോടെ പറഞ്ഞു. ഞാൻ ആത്മിക. ആന്റിയോട് അന്വേഷണം പറഞ്ഞേക്ക്. എങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകട്ടെ. ഇനി നിന്നാൽ ലേറ്റ് ആകും. അവൾ കയ്യിലെ വാച്ചിലേക്ക് നോക്കി ധൃതിയിൽ പറഞ്ഞു. ഒരു പുഞ്ചിരിയോടെ അവളോട് യാത്ര പറയുമ്പോൾ അച്ചുവിന്റെ മനസ്സിലും അളവറ്റ സന്തോഷം തന്നെയായിരുന്നു. വീട്ടിലേക്ക് എത്തിയ അച്ചുവിന് ഗായത്രിയോട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നതും അതേ വിശേഷം. ആദു തൊട്ടപ്പുറത്ത് താമസിക്കുന്ന കുട്ടിയാണെന്ന്. എന്നാലും എൻ്റെ അപ്പച്ചി, ആ കൊച്ച് ഇത്രയും അടുത്തുണ്ടായിട്ടാണോ അതിനെ അറിയാതെ പോയത്? അച്ചു ഒരു അതിശയത്തോടെ പറഞ്ഞു. അവര് പുതിയ താമസക്കാരാണ് മോനെ. എനിക്ക് പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരുത്തന്റെ സ്വഭാവം നിനക്കറിയില്ലേ? അവനും മിണ്ടില്ല, നമ്മൾ മിണ്ടുന്ന കൂട്ട് ഇഷ്ടവുമല്ല. പിന്നെ ഞാൻ ആ കുട്ടിയുടെ അമ്മയുമായി സംസാരിച്ചു. നല്ലൊരു സ്ത്രീയെ, ഒരു നാട്ടിൻപുറത്തുകാരി. അതേ നിഷ്കളങ്കതയാണ് ആ മോൾക്കും. അല്ല, എന്തായിരുന്നു ആ മോളുടെ പേര്? ഗായത്രി ഭയങ്കര സന്തോഷത്തിലാണ്. അവരുടെ മുഖത്തു നിന്നും അത് വായിച്ചെടുക്കാൻ കഴിയും. അവരുടെ മനസ്സിൽ എത്രത്തോളം സന്തോഷമുണ്ടെന്നുള്ളത്. ആത്മീക, അങ്ങനെയാ പറഞ്ഞു അപ്പച്ചി. അച്ചു ഓർത്തെടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു. ആത്മിക. ഒരു മന്ത്രണം പോലെ പലതവണ അവരാ നാമം ഉരുവിട്ടു. എനിക്കൊന്ന് അവിടേക്ക് പോകണമെന്ന് തോന്നുന്നുണ്ട് അച്ചു. എനിക്കതിനെ കാണാൻ കൊതി തോന്നുവാ. വല്ലാത്ത ആഗ്രഹത്തോടെ ഗായത്രി പറഞ്ഞു. ഈ സന്ധ്യ നേരത്തോ? നാളെ പോയാൽ മതി. അച്ചു പറഞ്ഞത് ഗായത്രി അംഗീകരിച്ചു. അമ്പലത്തിൽ നിന്നും വീട്ടിലെത്തിയ ആദുവിനും പറയാനുണ്ടായിരുന്നത് അതേ വിശേഷം തന്നെ. അയ്യോ, ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് വിശേട്ടാ. ഞാനൊന്ന് പറഞ്ഞില്ലേ. പിന്നെ അങ്ങോട്ടൊന്ന് പോകാനും കഴിഞ്ഞില്ല. എന്തായാലും നാളെ നമുക്ക് അവിടെ വരേക്ക് ഒന്ന് ഇറങ്ങണം. സീത സന്തോഷത്തോടെ പറയുന്നത് കേട്ട് വിശ്വനവരെ നോക്കിയിരുന്നു. അതൊന്നും വേണ്ട സീതേ. ഇവിടെയുള്ളവരൊക്കെ പ്രൈവസി ഇഷ്ടപ്പെടുന്നവരാ. നീ അങ്ങോട്ട് പോകണ്ട. ഒരു പ്രാവശ്യം സഹായിച്ചു എന്ന് കരുതി നമ്മൾ അവർക്കൊരു ശല്യമാകരുത്. വിശ്വം പറയുമ്പോൾ സീതയുടെ മുഖം വാടി. എങ്കിലും വിശ്വം പറയുന്നതിൽ ശരിയുണ്ടെന്ന് അവർ വിശ്വസിച്ചു. അച്ഛൻ പറഞ്ഞതിനോട് ആദും യോജിച്ചു. അല്ലെങ്കിലും സീത ഒരു സാധു സ്ത്രീയാണ്. ഭർത്താവും മകളും മാത്രമാണ് അവരുടെ ലോകം. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്കെതിരായിട്ട് സീത ഒന്നും ചെയ്യാറില്ല. ആദ്യത്തെ പകപ്പും ഭയവും ഒക്കെ മാറിയപ്പോ ആദു പഠനത്തിലെ തന്റെ മികവ് കാട്ടി തുടങ്ങിയിരുന്നു. ആദ്യമൊക്കെ കുറ്റപ്പെടുത്താൻ മാത്രം വായ തുറന്നിരുന്ന ധ്രുവി പോലും അവൾ ബ്രില്യൻ്റ് ആണെന്ന് മൗനമായി സമ്മതിച്ചു. ഇപ്പൊ ക്ലാസ്സിലെ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ആദു. കുറച്ചുനാൾ മുന്നേ വരെയും ക്ലാസ്സിലെ സ്റ്റാറായിരുന്ന ത്രേയയ്ക്കും അവളുടെ കൂട്ടാളികൾക്കും അതൊരടി കിട്ടിയതുപോലെയായിരുന്നു. ആദുവിനോടുള്ള അസൂയയും പകയും അവരിൽ നാൾക്ക് നാൾ കൂടി വന്നു. അവൾക്കിട്ടൊരു പണി കൊടുക്കാതെ ഒരു സമാധാനവുമില്ല. ത്രേയ പകയോടെ പറഞ്ഞു. അവൾക്ക് പണി കൊടുക്കുന്നെങ്കിൽ ധ്രുവിത് സാറിനെ കൊണ്ടേ പറ്റൂ. ബാക്കിയുള്ളവർ കൊടുത്താൽ അത്രയും പവർ കിട്ടില്ല. ത്രേയയുടെ ഗാങ്ങിലെ വൈക പറഞ്ഞത് ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. പക്ഷെ എന്തു പണി കൊടുക്കും? എങ്ങനെ കൊടുക്കും? നീന പറയുന്നത് കേട്ട് എല്ലാവരും ചിന്തയിലായി. എന്താണെങ്കിലും നല്ല ഉഗ്രൻ പണിയായിരിക്കണം. ഇത്ര നാള് അവൾ സ്വയം വാങ്ങിക്കൂട്ടിയ പണിയേക്കാൾ പവർഫുൾ ആയിരിക്കണം. എന്താണെന്ന് ആലോചിക്കേ. എല്ലാരും കൂടി ആലോചന തുടങ്ങി. ഒരു പണിയുണ്ട് മോളെ, എത്രത്തോളം ഏൽക്കുമെന്നറിയില്ല. ത്രേയെ തന്റെ പ്ലാന് കൂട്ടാളികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. അതിഷ്ടമായതുപോലെ എല്ലാവരും പരസ്പരം കൈകൊടുത്തു. ആദു ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിലേക്ക് പോയിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നാളെ സെക്കൻഡ് സാറ്റർഡേയും അത് കഴിഞ്ഞ് സൺഡേയും 2 ദിവസം അടുപ്പിച്ച് അച്ഛനും തനിക്കും അവധി കിട്ടുന്നതുകൊണ്ട് ഇന്ന് വൈകിട്ട് അമ്മയുടെ തറവാട്ടിലേക്ക് പോകാം എന്ന് തീരുമാനമായിട്ടുണ്ട്. ഇവിടെ വന്ന ശേഷം തറവാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. മുത്തശ്ശിയെയും അമ്മാവനെയും അമ്മായിയെയും കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ധ്രുവി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബൈക്ക് എടുക്കാൻ വന്നതാണ്. സന്ദീപ് സാറും കൂടെയുണ്ട്. ബൈക്കിൽ കയറിയിരുന്നതും എന്തോ ഒരു മിസ്സിംഗ് തോന്നിയതുകൊണ്ടാകും. അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങി വണ്ടിയുടെ ടയറിലേക്ക് നോക്കി.
അവനെ ശ്രദ്ധിച്ച സന്ദീപും അവന്റെ അടുത്തേക്ക് വന്നു. അയ്യോ, ടയർ രണ്ടും പഞ്ചറാണല്ലോ ധ്രുവി. രണ്ടും കൂടെ ഒരുമിച്ചെങ്ങനെ? അതോ കാറ്റ് കുറഞ്ഞതാണോ? സന്ദീപ് ടയറിൽ ഒന്ന് തട്ടി നോക്കിക്കൊണ്ട് ധ്രുവിയോട് തിരക്കി. ഏയ് ഇല്ല സന്ദീപേ, ഞാൻ രാവിലെ ഇവിടെ പാർക്ക് ചെയ്ത് പോകുന്നതുവരെയും യാതൊരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്നിപ്പോ എന്തു പറ്റിയെന്നാണ് അറിയാത്തത്. ഇനി കുട്ടികൾ വല്ലതും കാറ്റഴിച്ചു വിട്ടതായിരിക്കുമോ? ധ്രുവി പറഞ്ഞതും മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ ത്രേയും നീനയും അവരുടെ വാഹനം എടുക്കാനെന്ന് വ്യാജേന അവിടേക്കെത്തി. അയ്യോ, എന്തു പറ്റി സാറേ, ടയർ പഞ്ചറായോ? ത്രയെ ചോദിച്ചപ്പോൾ ധ്രുവി അതേ എന്ന അർത്ഥത്തിൽ തലകുലുക്കി. സർ, രണ്ട് ടയർ ഒന്നിച്ചു പഞ്ചറാകാൻ ഒരു സാധ്യതയുമില്ല. ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതുപോലെയുണ്ട്. ഞങ്ങൾ നേരത്തെ ക്യാൻറ്റീനിൽ പോയി വന്നപ്പോൾ ആത്മിക സാറിന്റെ ബൈക്കിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ ആളൊന്ന് പരിങ്ങിയതുപോലെ ഫീൽ ചെയ്തു. അതും ഇതും കൂടി വെച്ച് ചിന്തിച്ചാൽ ത്രേയ ഒന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് അവന്റെ മുഖഭാവം നിരീക്ഷിച്ചു. ത്രേയുടെ വാക്കുകൾ കേട്ട ധ്രുവിയിൽ ദേഷ്യം നിറഞ്ഞു. അവന്റെ മനസ്സിൽ തന്റെ വണ്ടിയുടെ മുൻപും ആദു പതുങ്ങി നിന്നത് ഓർമ്മ വന്നു. അതുകൊണ്ട് തന്നെ ത്രേയുടെ വാക്കുകൾ തള്ളിക്കളയാൻ ധ്രുവിക്കായില്ല. അഹങ്കാരി, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അവൻ മനസ്സിൽ പലതും കണക്കുകൂട്ടി. സന്ദീപ്, എന്നെ ആ ടയർ കടയിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? അവന്റെ ശബ്ദത്തിൽ പതിവിലും കൂടുതൽ ഗൗരവം. ത്രേനെയും അത് സന്തോഷിപ്പിച്ചു. ഇതൊക്കെ കണ്ട ആഹ്ലാദത്തോടെ അവളുടെ ഗാങ്ങിന്റെയും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സക്സസ് എന്ന് മെസ്സേജ് അയച്ചു. മോളെ ആത്മികെ, നിനക്കുള്ള പണി അതാ വരുന്നുണ്ട്, മനസ്സിൽ പറഞ്ഞുകൊണ്ട് ത്രേയ കൂടമായി ചിരിച്ചു. വീട്ടിലെത്തിയതും വേഗം റെഡിയാവാനായി റൂമിലേക്ക് കയറിയാതു. ധൃതിയിൽ തന്റെ അത്യാവശ്യം വേണ്ട ഡ്രസ്സും ബുക്സും ഒക്കെ ബാഗിലാക്കി. ബുക്സൊക്കെ എടുത്തിട്ടുണ്ട്. പഠിത്തം നടക്കുമെന്ന് ദൈവത്തിനറിയാം. അവൾ റെഡിയായി താഴേക്ക് വന്നപ്പോൾ വിശ്വനാഥൻ ഓഫീസിൽ നിന്നും എത്തി. പിന്നെ 3 പേരും കൂടി അവരുടെ നാട്ടിലേക്ക് പോകാനായി തയ്യാറായി ഇറങ്ങി. ബാഗുകൾ കാറിന്റെ ഡിക്കിയിലായി എടുത്തു വെച്ച് യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവരെ ഗായത്രി ജനാലയിൽ കൂടി കണ്ടു. ഗായത്രിക്ക് നിരാശ തോന്നി. നാളെ അവിടേക്ക് പോകാനിരുന്നതാ. ധ്രുവിയുമായി പോകാമെന്ന് കരുതിയത് കൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അവൻ എത്തുമ്പോൾ സന്ധ്യ കഴിയും. ആ സമയം എങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് കയറും? ധ്രുവിയോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല അവരാണ് അയൽക്കാരെന്നത്. അവനൊരു സർപ്രൈസ് കൊടുക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. ഗായത്രി അവരുടെ കാറ് കണ്ണിൽ നിന്നും മറിയുന്നതുവരെ നോക്കി നിന്നു. ആദു കാറിന്റെ പുറകിലത്തെ സീറ്റിലായിരുന്നു ഇരുന്നത്. കോ ഡ്രൈവിംഗ് സീറ്റിൽ സീതയും. വിശ്വനാഥന്റെ കാറ് ചെമ്പകമംഗലം തറവാട് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. കാറിന്റെ വിൻഡോയിൽ കൂടി പുറകോട്ട് മായുന്ന കാഴ്ചകളെ ഒരു കുഞ്ഞു കുട്ടിയുടെ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ് ആദു. AC ഓഫ് ചെയ്ത് വിൻഡോ ഗ്ലാസ് തുറന്നിട്ട് യാത്ര ചെയ്യുന്നതാണ് അവൾക്ക് ഏറെ ഇഷ്ടം. യാത്രയ്ക്കൊപ്പം AR റഹ്മാന്റെ മെലഡീസും. സൈഡിൽ നിന്ന് മുഖത്തേക്ക് വീശിയടിക്കുന്ന കാറ്റിൽ മുടിയിഴകൾ മുഖത്തേക്ക് പാറി വീണ് കിടക്കുന്നു. അവയുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടു ആദു. സമയം മുന്നോട്ട് നീങ്ങി. ഇരുട്ട് പടർന്നു തുടങ്ങിയിട്ടുണ്ട്. നിലാവ് വഴി തെളിക്കാൻ എന്ന പോലെ വാനിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. രാത്രിയുടെ നിശബ്ദതയിൽ ഇളം തണുപ്പോട് കൂടിയ ഒരു ചെറിയ കാറ്റിൽ പലതരം പൂക്കളുടെ വിവേചിച്ചറിയാൻ കഴിയാത്ത വാസന. താറിട്ട റോഡിൽ നിന്നും കോൺക്രീറ്റ് റോഡിലേക്ക് വാഹനം കയറി. ഗ്രാമത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ദൃശ്യമായി തുടങ്ങി. പച്ച വിരിച്ച നെൽപ്പാടങ്ങൾക്കരികിലൂടി പുഴയുടെ കുറുകെയുള്ള പാലത്തിലൂടി സഞ്ചരിച്ച് അവരുടെ വാഹനം അത്ര ചെറുതല്ലാത്ത ഒരു പഴയ ഓടിട്ട തറവാടിന്റെ മുന്നിലായി വന്നു നിന്നു. തുടരും.